ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്, താഴെപ്പാലം, തിരൂർ. സംസ്ഥാന ബജറ്റിൽ തിരൂരിന് 418.5 കോടിയുടെ പദ്ധതിക്ക് അംഗീകാരം. 21.5 കോടിയുടെ പദ്ധതിക്ക് അനുമതി ലഭിച്ചു. തിരൂർ രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിൽ നവീകരിക്കുന്നതിന് 5 കോടി രൂപ പദ്ധതിക്കാണ് അംഗീകാരം ലഭിച്ചത്. തിരൂർ നിയോജക മണ്ഡലത്തിൽ 418.5 കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം ലഭിക്കുകയും 21.5 കോടി രൂപയുടെ പദ്ധതിക്ക് അനുമതി ലഭിക്കുകയും ചെയ്തു. രണ്ടാൾ തെക്കൻ കുറ്റൂർ റോഡ് നവീകരണത്തിന് 7 കോടിയും പാറപ്പുറം മർക്കസ് റോഡ് നവീകരണത്തിന് 4 കോടി രൂപയും തിരു രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നവീകരിക്കുന്നതിന് 5 കോടി രൂപയും വൈരങ്കോട് മയിലാടിയൽ റോഡ് നവീകരണത്തിന് 2 കോടിയും തുവക്കാട് ഒസാൻപടി റോഡ് നവീകരണത്തിന് 3 കോടി രൂപ തുടങ്ങിയ പദ്ധതികൾക്കാണ് അനുമതി ലഭിച്ചിട്ടുള്ളത്. നഗരസഭയിലെ കാക്കടവ് പാലവും അപ്രോച്ച് റോഡ് നിർമ്മാണവും, വെട്ടം പഞ്ചായത്ത് പറവണയിൽ മിനി ഹാർബർ നിർമ്മാണം, പട്ടണനടക്കാവ് ബൈപ്പാസ് നിർമ്മാണം, തിരൂർ ജില്ലാ ആശുപത്രി ഓങ്കോളജി ബ്ലോക്ക് പ്രവർത്തനക്ഷമമാക്കൽ, വെട്ടം പഞ്ചായത്തിൽ ചീർപ്പ് പാലം, പടിയം തീണ്ടാപ്പടി പാലം, ആദവനാട് പഞ്ചായത്ത് കാവുങ്ങൽ പാലം, തലക്കാട് പഞ്ചായത്ത് കോലുപാലം, കട്ടച്ചിറ പാലം, പച്ചാട്ടി പാലം എന്നിവയുടെ നിർമ്മാണം, തിരു ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ബ്ലോക്ക് നിർമ്മാണം, കൽപ്പഞ്ചേരി VHC ബ്ലോക്ക് നിർമ്മാണം, തിരുനാവായ നാവുന്ന ക്ഷേത്ര ബലിതർപ്പണ കടവ് വിപുലീകരണം, CHC വളവന്നൂർ താലൂക്ക് ആശുപത്രിയായി ഉയർത്തൽ, CHC വെട്ടം കിടത്തി ചികിത്സാ സൗകര്യമുള്ള ആശുപത്രിയാക്കി മാറ്റൽ, പൂക്കയിൽ പൂക്കൈത ബൈപ്പാസ് നിർമ്മാണം, തിരു കുട്ടികളത്താണി റോഡ് നവീകരണം, തിരു മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണം, തിരുനാവായ ചീർപ്പുംകൊണ്ട് തോട് സംരക്ഷണ ഭിത്തിയുടെയും നടപ്പാതയുടെയും നിർമ്മാണം, തിരു അമ്പലക്കുളങ്ങര മുതൽ തുഞ്ചൻ പറമ്പ് റോഡ് നവീകരണം തുടങ്ങിയവയാണ് ബജറ്റിൽ അംഗീകാരം ലഭിച്ച മറ്റു പദ്ധതികൾ.